Welcome to the part 2 of this video. In case നിങ്ങൾ part 1 വാച്ച് ചെയ്യാതാണ് ഈ വീഡിയോയിലേക്ക് വന്നെങ്കിൽ do watch the part 1. അതിൻ്റെ part 1 നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So in this video we are continuing the journey why international students are finding it difficult to get jobs in UK as well as in other overseas destinations. Reason number 5, not utilizing the graduate visa effectively. നമുക്കറിയാം യു കെയിൽ 2 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയാണുള്ളത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു USA ഏത് ജോലി വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ മജോറിറ്റി സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ ഹൈ പേയിങ് ജോബ്സ് അല്ലെ നല്ല ടോപ്പ് ബിഗ് ബ്രാൻഡ്സ് കമ്പനി മാത്രം നോക്കി പോവും, സ്റ്റാർട്ടപ്സും SMEസും അവർക്ക് മിസ്സാകും. അല്ലെങ്കിൽ കുറച്ച് പേര് നല്ല ഇൻകം ഇമ്മീഡിയറ്റ് ഇൻകം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ കെയർ ഹോംസ് പോലുള്ള സ്ഥലങ്ങളിലേക്കും ആകർഷിക്കപ്പെടും. ഈ 2 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാവുന്നത്. പലപ്പോഴും നിരവധി സ്റ്റാർട്ടപ്സും ഒക്കെ യു കെയിലുണ്ട്. ഇനി ഈ സ്റ്റാർട്ടപ്സ് അല്ലെ SMEസിന് കുറേ അധികം സ്റ്റാർട്ടപ്സിനും SMEസിനും ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വർക്ക് പെർമിറ്റിലേക്ക് Tier 2 വർക്ക് പെർമിറ്റിലേക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ചിലപ്പം ഒരു ഗ്രാജുവേറ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആണല്ലോ സ്പോൺസർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കുകയില്ല. ബട്ട് സ്റ്റിൽ അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ റെലവൻ്റ് ആണ്. ഉദാഹരണത്തിന് നമുക്ക് 2 സ്റ്റുഡൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ എടുക്കാം. ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോബ്സ് പ്രീമിയം കമ്പനീസിൽ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടിങ് ഒരു SME അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ കയറി. സോ ഒരു 6 to 8 months കൊണ്ട് ഈ സെക്കൻഡ് പറഞ്ഞ സ്റ്റുഡൻറ്റിന് 6 to 8 months എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് വേറൊരു ബിഗ് കമ്പനിയിൽ പോലും ഈ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനിയിൽ ഈ സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് ഓൺ ദി അതർ സൈഡ് ആ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് 10 മാസത്തിന് ശേഷവും സ്റ്റിൽ ഫ്രഷർ തന്നെയാണ്. ഈ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ കൂടെ തന്നെ നമുക്ക് പറയേണ്ടതാണ് ഈ കെയർ ഹോംസ് ജോബ്സിന് പോകുന്ന സ്റ്റുഡൻസ്. അവർക്ക് ഇൻകം ഉണ്ടായിരിക്കും, ഇൻകം വേണ്ടെന്നല്ല പറയുന്നത്, ബട്ട് ഇൻകം മാത്രം നോക്കി പോകുമ്പോഴത്തേക്ക് അവർക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പുറത്ത് മിസ്സാവുന്നത്. ഡൗൺ ദ ലൈൻ ഒരു 10 months to 1 year കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ ആ പഠിച്ച ഫീൽഡിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ലെസ് ദാൻ 10% ആക്കി അവർ തന്നെ ചുരുക്കിയിട്ടും ഉണ്ടാകും. സോ ഇതിൽ നിന്നുള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 year PSW പീരീഡ് വളരെ എഫക്റ്റീവായിട്ട് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്തിട്ട് ഇൻ 2 years പീരീഡിൽ നല്ലൊരു ജോബ്സിൽ ലാൻഡ് ചെയ്യാവുന്ന ഒരു ലോങ് ടൈം ഗോൾ വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഡ്രീം ജോബ് ഈസ് റിയലിസ്റ്റിക്. റീസൺ നമ്പർ 6, ലാക്ക് ഓഫ് ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസ്. UK മാത്രമല്ല ഇൻക്ലൂഡിങ് ഇന്ത്യ കാൻഡിഡേറ്റ്സിൽ അവർ നോക്കുന്നത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സിനേക്കാൾ ഉപരി സ്കിൽസാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ 1-2 റിലേറ്റബിൾ എക്സാമ്പിൾസ് കൂടെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ഫേമസ് കമ്പനീസാണ് ഗൂഗിളും ടെസ്ലയും. ഗൂഗിളിൽ 2013 സമയത്ത് തന്നെ ഏകദേശം 17% അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ല, അതായത് ബാച്ചിലർ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ല എന്നുള്ളതാണ് ചില സ്റ്റാറ്റ്സിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ ടെസ്ല, എലോൺ മസ്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് MBAസിനെ അവർ നോക്കുന്നേ ഇല്ല. ഇഫ് യു ഹാവ് സ്കിൽസ് ദെൻ MBA എന്ന് പറഞ്ഞൊരു ഗ്രാജുവേഷൻ അതൊരു ഐസിങ് ഓൺ ദ കേക്ക് ആവും. സോ ദാറ്റ് മീൻസ് സ്കിൽസ് ആണ് മജോറിറ്റി കമ്പനീസും നോക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മജോറിറ്റി സ്റ്റുഡൻസും ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റിൻ്റെ വെയിറ്റേജിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഇന്ത്യയിലൊരു പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ പോലും സ്കിൽസിനാണ് കമ്പനീസ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. 2023 UK ലിങ്ക്ഡിൻ നടത്തിയ ഒരു സർവേ പ്രകാരം 70% റിക്രൂട്ടേഴ്സും പറയുന്ന കോമൺ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന മജോറിറ്റി കാൻഡിഡേറ്റ്സിനും ഇൻഡസ്ട്രി സ്പെസിഫിക് റെലവൻറ്റ് സ്കിൽസ് ഇല്ല എന്നുള്ളതാണ്. ഇതിന് കോമൺ ആയിട്ടൊരു പ്രോഗ്രാം വെച്ചിട്ടൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിലി റിലേറ്റബിൾ ആണ്. MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഗ്രോയിങ് ഫീൽഡാണ്. ഒത്തിരി സ്റ്റുഡൻസ് അത് പഠിക്കാൻ വേണ്ടി ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി തൊട്ട് ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി വരെ പോകുന്നുണ്ട്. ബട്ട് ഈ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എടുക്കുന്ന സ്റ്റുഡൻസിന് മജോറിറ്റി സ്റ്റുഡൻസിനും ഇതിൻ്റെ ബേസിക്സ് പോലും അറിയുകയുണ്ടായില്ല. എങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ മെറ്റ ആഡ്സ് നടക്കുന്നത്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, റീടാർജറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം പോലും ഇവർക്ക്
അറിയുക പോലും ഉണ്ടായിരിക്കുകയില്ല. ഇവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റേഴ്സിന് പോയി പഠിച്ചിട്ട് അവിടെ നിന്നാണ് ഈ പറഞ്ഞ നോളജ് എല്ലാം കൂടെ കിട്ടുക, അവിടുത്തെ പ്രൊഫസേഴ്സാണ് ഇതിനെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ പറഞ്ഞ ഫീൽഡിൽ ഒരു ബേസ് നോളജ് ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന നോളജ് വെച്ചിട്ട് അതൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് വെച്ചിട്ട് ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിനോ ഒരു ഇൻസ്റ്റൻറ്റ് ജോബിനോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാജുവേറ്റിനെ റിക്രൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ഏത് സെഗ്മെൻറ്റിലാണോ പോകുന്നത് ആ സെഗ്മെൻറ്റിന് ഏത് റിക്രൂട്ടറാണോ ആ റിക്രൂട്ടറിൻ്റെ ജോബ് പോസ്റ്റ് എന്ന് എടുക്കുക. നിങ്ങളിപ്പം UK-ലേക്കോ അല്ലെങ്കിൽ ഏത് കൺട്രിയിലേക്കോ പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ റൈറ്റ് അവേ ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആ റോൾ എടുത്തിട്ട് അതിന് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടെന്ന് നോക്കുക. ആ സ്കിൽസ് ഇപ്പം തൊട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. നമ്മുടെ പ്രൊഫൈലിനകത്ത് ഈവൻ ബിഫോർ റീച്ചിങ് ദാറ്റ് കൺട്രി ആ സ്കില്ലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ എലോങ് സൈഡ് ഈ കോഴ്സിനോടൊപ്പം നല്ല നെറ്റ്വർക്ക് പ്ലസ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇതും കൂടെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ലാൻഡ് ഇൻ ഗുഡ് ജോബ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഒരു പോയിൻ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നാമെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ഇന്നും റിക്രൂട്ടേഴ്സ് ഗ്ലോബലി പറയുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആൻഡ് ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അഡാപ്റ്റബിലിറ്റി. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മീൻസ് നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, എത്ര ബെറ്ററായിട്ട് എഫിഷ്യൻ്റായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്ററാണ്. സോ ആ ഒരു സ്കില്ലില്ല എങ്കിൽ അത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ദയവ് ചെയ്ത് വിദേശത്തേക്ക് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ കെട്ടിവെച്ച പൈസ പോലും തിരിച്ച് കിട്ടില്ല. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെള്ളത്തിൽ കളയുന്നതിന് തുല്യമായിരിക്കും. അത്ര സീരിയസ് ആയിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ഒരു HR ആണ്. ഓവർ 10 years ഞാൻ ഒരു HR റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തവരെ ബാക്കി എന്ത് സ്കില്ലുണ്ടെങ്കിലും ഒരു കമ്പനിയും കൺസിഡർ ചെയ്ത് പോലുമില്ല, പിന്നല്ലേ ഹയറിങ്. സോ ഫൈനൽ അഡ്വൈസ്, സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റാർട്ട് ക്യാപിറ്റലൈസിങ് ഓൺ ഈവൻ 1% ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. എവിടെയാണോ ചെറിയ ഓപ്പർച്യൂണിറ്റി എങ്കിലും ഉള്ളത് അത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു വേയിൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇനി UK-ലേക്കുള്ള ഒരു സീരിയസ് ആസ്പിരൻറ്റ്, UK-ലേക്ക് എന്നല്ല ഓവർസീസ് മാസ്റ്റേഴ്സ് പഠിച്ചൊരു ഹൈ പേയിങ് കരിയറിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ടു അറ്റൻഡ് അവർ ഓവർസീസ് മാസ്റ്റർ ക്ലാസ്. അതുവഴി നിങ്ങൾക്ക് ഹൈ പേയിങ് കരിയറിൽ എങ്ങനെ എത്താം, എന്തുകൊണ്ട് മജോറിറ്റി സ്റ്റുഡൻസ് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പർ ഫാക്ട്സിലേക്ക് നമ്മൾ ഇറങ്ങുന്നതാണ്. സോ യു ക്യാൻ രജിസ്റ്റർ ദാറ്റ്. ഇനി അതല്ല, ഓവർസീസ് കൺട്രീസ് പലതും കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്ന വഴി അത് 1-2 യൂണിവേഴ്സിറ്റിയോ പ്രോഗ്രാമോ നിങ്ങളിലേക്ക് പുഷ് ചെയ്യാതെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി പ്രോപ്പറായിട്ട് നല്ലൊരു കൗൺസിലിംഗ് വഴി ഒരു പ്രോഗ്രാമും കൺട്രിയും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫോർ എ ഫ്രീ 1-on-1 സെഷൻ വിത്ത് അവർ ടീം. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും കമൻറ്റ്സ്, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ കമൻറ്റ് ബോക്സ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. Share it with your friends and see you in another video. Thank you.